ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശ്രോതാക്കളായിരിക്കുന്ന ഏവർക്കും, അമ്മാനുവേലിന് ആരാധനയുടെ പ്രേക്ഷകരായിരിക്കുന്ന ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ തലകളെ വണക്കുന്നു. ദൈവവചനത്തിൻ്റെ യഥാർത്ഥമായ മർമ്മം മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിയും പ്രാപ്തിയും നൽകണമേ. നിൻ്റെ മക്കളാവുന്നു ഞങ്ങൾ, നീ യഥാർത്ഥ വചനമാവുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനങ്ങളെ അവിടുന്ന് പകർന്നു നൽകണമേ. വചന കേൾവി വൃഥാവാകരുതേ, കേട്ട് വിട്ട് ശിക്ഷയ്ക്കാകരുതേ. പിന്നെ നിന്നെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഉതകുന്നതായ വചനം ഞങ്ങൾക്ക് നൽകണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അല്പമായോ അധികമായോ ഇത് ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന എല്ലാവർക്കും തമ്പുരാൻ കൃപകളെ നൽകണമേ. തമ്പുരാനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ യുവാക്കളെയും ദമ്പതികളെയും രോഗത്തിലും വാർദ്ധക്യത്തിലും ആയിരിക്കുന്ന എല്ലാവരെയും ദൂരത്തും ചാരത്തുമായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരോടൊന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. ഒരു പ്രാവശ്യം നിങ്ങളുടെ സന്നിധിയിൽ ഇപ്രകാരം ആയിരിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വചന കേൾവിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അല്പസമയം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശുതമ്പുരാൻ്റെ വളരെ വ്യക്തമായ ഒരു ഉപമയിലെ ഒരു വാചകമാണ്. വാക്യം ഇതാണ്. വിശുദ്ധനായ ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഈ ഉപമ ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഏവർക്കും സുപരിചിതമായിരിക്കുന്ന ഉപമ. യേശുതമ്പുരാൻ ധനികനായ ഒരു മനുഷ്യൻ തൻ്റെ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞ് അതിനെക്കുറിച്ച് പുകഴുമ്പോൾ യേശുതമ്പുരാൻ അവനോട് കൊടുക്കുന്ന മറുപടിയായിട്ട് ഉള്ള ഒരു വാചകമാണ് ഈ വാക്യം. വാക്യം ഇങ്ങനെയാണ്: മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഈ വാക്യം നമ്മുടെ മനസ്സിൽ ഉള്ളതാണ്. നിരവധി പ്രസംഗങ്ങൾ കൂടി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ശുദ്ധമുള്ള മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട്: മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യമായി തീരും. ദൈവം തമ്പുരാൻ നേരിട്ട് പറയാണ്, ഗിരിപ്രഭാഷണ സമയത്ത് പറയുകയാണ്, സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, മറ്റൊരാളെ മൂഢ എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് ഇടയായിത്തീരും. എന്നിട്ട് അതേ ദൈവം തന്നെ ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവും. ഞാനിത് ഒരു കോൺട്രഡിക്ഷനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ദൈവം തന്നെ പറയുന്നു മൂഢ എന്ന് വിളിക്കരുതെന്ന്, അല്ലെങ്കിൽ മൂഢ എന്ന് പറയരുതെന്ന്. എന്നിട്ട് അതേ ദൈവം തന്നെ ഒരു മനുഷ്യനെ നോക്കി മൂഢ എന്ന് വിളിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മൂഢൻ എന്ന് പറഞ്ഞാൽ മൗഢ്യത കാണിക്കുന്നവൻ, മൗഢ്യത ചിന്തിക്കുന്നവൻ, മൗഢ്യത പറയുന്നവൻ. അവനെ നോക്കി മൂഢൻ എന്നല്ലാതെ എന്ത് വിളിക്കാൻ? പണ്ട് കാലത്ത് പേരിടുമ്പോൾ ആ പേരിന് ഒരർത്ഥമുണ്ട്. ആ വ്യക്തി ഇങ്ങനെ ആയിത്തീരണം എന്ന് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ ആയിത്തീരട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി മക്കൾക്ക് പേരിടുമായിരുന്നു. ഫാഷനോ ട്രെൻഡോ അതാത് കാലഘട്ടത്തിലുണ്ടാകുന്ന പൊട്ടൻഷ്യലാലിറ്റിക്ക് ബേസ് ചെയ്തോ ഒന്നുമായിരുന്നില്ല പേരിടുന്നത്. അർത്ഥം മനസ്സിലാക്കി പേരിട്ടുകൊണ്ടിരുന്നു. കാലഘട്ടം മാറിയപ്പം നമ്മുടെ ധനവും നമ്മുടെ പ്രൗഢിയും ഒക്കെ കാണിക്കാൻ വിളിക്കാൻ പോലും കഴിയാത്ത പേരുകൾ വരെ ഇടുന്ന ഒരു തലത്തിലേക്ക് വരിക. എന്തായിരുന്നാലും യേശുതമ്പുരാൻ വിളിച്ചത് വളരെ അർത്ഥവത്തോടെ മൂഢ, മൗഢ്യത കാണിക്കുന്നവനെ മൂഢ എന്ന് വിളിച്ചു. യേശുതമ്പുരാൻ എന്തുകൊണ്ട് അവനെ മൂഢ എന്ന് വിളിച്ചു എന്ന് നമുക്ക് ഒരു 3-4 കാര്യങ്ങൾ ഈ വേദഭാഗവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാം. ഒന്നാമതായിട്ട്, യേശുതമ്പുരാൻ അവനെ മൂഢ എന്ന് വിളിച്ചതിൻ്റെ കാരണം, മനസ്സിലാക്കേണ്ടിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്നെ ദൈവം വിളിക്കുന്ന പേരാണ് മൂഢൻ. മനസ്സിലാക്കേണ്ടിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്നെ ദൈവം വിളിക്കുന്ന പേരാണ് മൂഢൻ. എന്താണ് മനസ്സിലാക്കേണ്ടിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ പോയെന്ന് ചോദിച്ചാൽ, ഈ മൂഢനായ ധനികൻ ഒരു ദിവസം തൻ്റെ കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ താൻ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടുള്ള വിളവ് അവിടെ കാണുന്നുണ്ട്. ഇത് കണ്ട മാത്രയിൽ ഇവനോട് തന്നെ പറയുകയാണ്, ഇനി ഞാൻ തിന്നും കുടിക്കും ആനന്ദിക്കും, എൻ്റെ കളപ്പുര വലുതാക്കും എന്നൊക്കെ പറയും. യേശുതമ്പുരാൻ ചോദിക്കുന്നു, നിന്റെ മൂഢത അവിടെയാണ്. ഒന്നാമത്തെ കാര്യം, നിന്റെ കൃഷിയിടം ഇങ്ങനെ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ.
ഈ വിളഞ്ഞു നിൽക്കുന്ന കൃഷിയിടത്തിനകത്ത് ഒരു നല്ല മഴ പെയ്താൽ ഈ കൃഷിയെല്ലാം കൂടെ ഒഴുകി കടലിൽ ചെന്ന് ചേരും. നിന്റെ കളപ്പുരയ്ക്കകത്ത് നിറയ്ക്കാൻ കഴിയില്ല. ഒന്നാമത് അവിടെയാണ് എങ്കിൽ, രണ്ടാമത് യേശുദമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, നിന്റെ പ്രാണനെ ഞാനിങ്ങ് എടുത്താൽ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവും? നമ്മുടെ മനസ്സിൽ ഇല്ലാത്ത ഒരു ചിന്തയാണ് സത്യത്തിൽ ഇത്. എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു. അവിടെയാണ് യേശുദമ്പുരാൻ ചോദിക്കുന്നത്, നീ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രൂപത്തിലാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ രാത്രി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ദൈവമേ, ഞാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രൂപത്തിലാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ആളുകളിലൊക്കെ തനിക്കുണ്ടാകുന്ന സമ്പത്തിനെക്കുറിച്ച് പുകഴുന്നവരാണ്, സമ്പത്തിനെക്കുറിച്ച് പുകഴുന്ന ആളുകളാണ്. യേശുദമ്പുരാൻ തിരുവചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഈ വേദഭാഗത്ത് തന്നെ, നിന്റെ സമ്പത്ത് നീ ഒരുക്കി വെച്ചപ്പോൾ അത് അനുഭവിക്കാൻ നിനക്ക് യോഗമില്ലാതെ പോയാൽ നിന്റെ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? അത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? വളരെ വ്യക്തമായി നോമ്പിൻ്റെ നമസ്കാരത്തിൽ പിതാക്കന്മാർക്ക് പഠിപ്പിക്കുന്നുണ്ട്, ഒരു പനി മാറ്റാൻ നിന്റെ ധനത്തിന് കഴിയത്തില്ല. ഒരു പനി മാറ്റാൻ നിന്റെ ധനത്തിന് കഴിയില്ല. പിന്നെ നീ എന്തിനാണ് ഈ ധനത്തിൻ്റെ മുകളിൽ ഒരുപാട് പുകഴുന്നത്? നീ ധനമുണ്ട്, നീ ധനികനാണെന്ന് ചിന്തിക്കുമ്പം നിനക്ക് ശരീരത്ത് വരുന്ന ഒരു ഞൊണങ്ങ് മാറ്റാൻ നിന്നെക്കൊണ്ട് നിന്റെ പണത്തിന് കഴിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ പുകഴുന്നത്? രണ്ടാമതായിട്ട് ചില ആളുകളുണ്ട്, മക്കളെ കണ്ട്, എനിക്ക് 2 ആൺമക്കളാണ്, നിനക്ക് 2 പെൺമക്കളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴുന്നവരെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ നല്ല മലയാളത്തിൽ പറയും, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പറയും. നമ്മൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ പുകഴുമ്പം ഈ എല്ലാ മാമ്പൂ ഒന്നും മാങ്ങയാവില്ല, എല്ലാ മക്കളൊന്നും ഗുണപ്പെടിക്കില്ല, നമുക്ക് വേണ്ടി പ്രയോജനപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയായി പുകഴുന്നത്? നമ്മുടെ ജീവിതത്തിൽ പുകഴേണ്ടതിനെക്കുറിച്ച് പുകഴ്, മനസ്സിലാക്കേണ്ടതിനെക്കുറിച്ച് മനസ്സിലാക്കും. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്നതിൽ വെച്ച് ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ച, മക്കള് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന പല രംഗങ്ങൾ. കഞ്ചാവിന് പണം കിട്ടാതെ വന്നപ്പോൾ അമ്മയെ ആയിരിക്കുന്ന അംഗൻവാടിയിലെ ആയയായ സ്ത്രീയെ കൊന്നൊടുക്കിയ ചരിത്രം പത്രമാധ്യമങ്ങൾ കൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാണ്. സഹോദരങ്ങളെ, നമുക്ക് പുകഴേണ്ടതായ കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പം നമുക്ക് പുകഴേണ്ടത് എന്തില് എന്ന് നമുക്ക് ചിന്തിക്കും. ചില ആളുകൾ വിദ്യാഭ്യാസത്തിൽ പുകഴുന്നുണ്ട്. അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും എല്ലാവർക്കും അടുത്ത കാലത്ത് കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉറക്കക്കുറവിൻ്റെയും മറ്റ് രീതികളുടെയും പ്രതിഫലനമായി ജീവിതത്തിലുണ്ടാക്കുന്ന അൽഷിമേഴ്സ് ഉണ്ടാക്കിയാൽ ജീവിതത്തിൻ്റെ പേരിൻ്റെ കൂടെ എത്ര അക്ഷരങ്ങൾ എഴുതി വെച്ചാലും എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കും. ചില ആളുകൾ കഴിവിൽ പുകഴുന്നവരുണ്ട്. എനിക്ക് പാടാനുള്ള കഴിവുണ്ട്, എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, എനിക്ക് ഇതിനുള്ള കഴിവുണ്ട്. നിന്റെ ശ്വാസം ഒന്ന് പുറത്തേക്ക് വന്നിട്ട് അകത്തേക്ക് പോകാനായിട്ട് ഒരവസരം ഉണ്ടാകുന്നില്ല എങ്കിൽ നിന്റെ ഈ കഴിവുകളൊക്കെ എവിടെ മാറും? ഈ ചിന്ത നമ്മെ ഭരിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് തിരുവചനം പഠിപ്പിക്കുന്നു, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നീ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്നെ വിളിക്കുന്ന പേരാണ് മൂഢൻ. ഒന്നാമത് അങ്ങനെ. രണ്ടാമതായിട്ട് ഈ വേദഭാഗം പറയുന്നുണ്ട്, എന്തുകൊണ്ട് ദൈവം അവനെ മൂഢ എന്ന് വിളിച്ചാൽ, നീ നിന്നെ തന്നെ സ്വയം ദൈവമാക്കിയാൽ ദൈവം നിന്നെ വിളിക്കുന്ന പേരാണ് മൂഢൻ. നീ നിന്നെ തന്നെ സ്വയം ദൈവമാക്കിയാൽ ദൈവം നിന്നെ വിളിക്കുന്ന പേരാണ് മൂഢൻ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെല്ലാം സമ്പാദിച്ച് ഒരുക്കി കൂട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയാണ്, എന്നിട്ട് എന്നോട് തന്നെ. ഈ ഘട്ടത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള ഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ. ഒരു നല്ല പാടശേഖരം തയ്യാറായി നിൽക്കുന്നു, അതിനകത്ത് കളകളുണ്ട്. ഈ കളകളെല്ലാം പറിച്ചു കളഞ്ഞ് അത് ഉഴുതുമറിക്കുമ്പോഴൊക്കെയും അവൻ പലതവണ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവൻ ഞാറും കൊണ്ട് അങ്ങോട്ട് പോയി ഞാറ് വിതച്ച സമയത്ത്, നട്ട സമയത്ത് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതെല്ലാം കിളിച്ചു വരണേന്ന്. ഇതിനകത്ത് വെള്ളം കയറ്റി വിടേണ്ട സമയത്ത് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉചിതമായ തലത്തിൽ വെള്ളം കിട്ടണേന്ന്. ഇതിനിടയ്ക്ക് ഉണക്ക് കിട്ടേണ്ട സമയത്ത് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉചിതമായ രീതിയിൽ ഉണക്ക് കിട്ടണേന്ന്. ഇവൻ ഇതിനകത്ത് വളം വിതറിയ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഞാൻ വളം വിതറുകയാണ്, ഉചിതമായ രീതിയിൽ എനിക്ക് വിളവ് കിട്ടണേന്ന്. എന്നിട്ട് ഇതെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പം ഇവൻ തന്നോട് തന്നെ പറയുകയാണ്, ഇനി ഞാൻ തിന്നും, കുടിക്കും, ആനന്ദിക്കും. സഹോദരങ്ങളെ, അവിടെയാണ് ദൈവം പറയുന്നത്, നീ നിന്നെ തന്നെ ദൈവമാക്കാനല്ല, ഇതുവരെ നിന്റെ വഴികളിൽ നിന്നോടുകൂടെ ഇരുന്ന ദൈവത്തെ നീ തിരിച്ചറിയാതെ നീ ഇനി അങ്ങോട്ട് സ്വയം ദൈവമായി മാറുക.
നിനക്ക് മാറ്റത്തിൻ്റെ ആവശ്യം ഉണ്ട്. നീ സ്വയം ദൈവമായി മാറാനല്ല, നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാ. ഒരു ഉപകാരമെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ കൂടുതലായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. പേരിന് അർത്ഥം ക്രിസ്ത്യാനി എന്നുള്ള പദത്തിനർത്ഥം ക്രിസ്തുവിൻ്റെ അനുയായിയാണ് നമുക്കറിയാം. ക്രിസ്തുവിൽ നിന്നൊരു കൃപ പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നീട് എനിക്ക് ഈ ദൈവത്തിൻ്റെ ഉപയോഗമില്ല എന്ന് ചിന്തിക്കുന്ന തലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലെ പ്രധാനമായ ഒരു സംഭവം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പടകിലിരുന്നു കൊണ്ട് വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസ് അപ്പോസ്തലന്റെ അടുക്കൽ യേശുതമ്പുരാൻ ചെന്നിട്ട് പടക് ചോദിക്കുന്നുണ്ട്. പടക് പത്രോസ് അപ്പോസ്തലൻ വിട്ടുകൊടുക്കുന്നുണ്ട്. അതിലിരുന്നു കൊണ്ട് വലിയ ജനസമൂഹത്തെ യേശുതമ്പുരാൻ ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷം പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പടകിൻ്റെ വലതുവശത്ത് ആഴത്തിലേക്ക് നീക്കി വല വീശുക. പെരുത്ത മീൻ ശേഖരത്തെ, പിടിച്ചു കയറ്റാൻ കഴിയാത്ത മീൻ ശേഖരത്തെ പിടിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ അവൻ അവിടെ യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. അവൻ അവിടെ യേശുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പറയുകയാണ്, ഇനി എനിക്ക് നിന്റെ അനുഗാമിയായി മാറണം, ഇനി എനിക്ക് നിന്റെ പിന്നാലെ വരാനായിട്ട് കഴിയണം. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി. സഹോദരങ്ങളെ, ഏറിയ കാലഘട്ടം ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടും പ്രാർത്ഥനയോടും ചിലവഴിച്ച ആളുകളാണ് നമ്മുടെ എല്ലാ പൂർവികരും. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുത്തിട്ടുള്ള പൂർവികരാണ് നമുക്കുള്ളത്. ആ അനുഗ്രഹങ്ങൾ നമ്മുടെ തലമുറയിലേക്ക് പങ്ക് വെച്ച് കിട്ടിയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, എന്നെ ശ്രവിക്കുന്ന ആളുകൾ ഉൾപ്പെടെ. എന്നിട്ട് ഈ അനുഗ്രഹങ്ങൾ എത്രമാത്രം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ദൈവത്തിന് ഒരു നന്ദി കരയേറ്റുവാൻ, എൻ്റെ ദൈവത്തിന് ഒരു സ്തുതി കരയേറ്റുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പല ഭവനങ്ങളിലും പ്രാർത്ഥനകളുണ്ട്, ഞാനതിനെ എതിർക്കില്ല. സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നവരുണ്ട്. ഒരു സ്ഥാപനത്തിലെ ജോലിക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. ഒരു സ്ഥാപനം തുറക്കുമ്പോൾ അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ സംശയം ഇവിടെയാണ്, ഈ സ്ഥാപനം അടയ്ക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോരൂ, ദൈവമേ ഞാൻ പ്രതീക്ഷയേക്കാൾ കൂടുതൽ കച്ചവടം ഇന്ന് എനിക്ക് ലഭിച്ചതുകൊണ്ട് ദൈവത്തിനൊന്ന് നന്ദി പറയാനായിട്ട് കഴിയുമോ? ഞാൻ പഠിക്കാനായിട്ട് പോയി, ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു, എൻ്റെ പരീക്ഷയ്ക്ക് വിജയം നേടാൻ കഴിഞ്ഞു, എൻ്റെ ദൈവമേ നിന്നോടൊരു നന്ദി, നിനക്ക് സ്തുതി പറയാനായിട്ട് കഴിയുമോ? ഞാൻ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക മേഖലയിലേക്ക് ഇറങ്ങിപ്പോകുന്നു, എൻ്റെ ദൈവമേ എനിക്ക് അത് നേടിക്കിട്ടി, അതുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നന്ദി. അതോ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ, ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന പോലെ, തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ജനങ്ങളുടെ കാലുവരെ പിടിക്കാൻ തയ്യാറാണ്, ജനങ്ങളെ ഏത് രീതിയിലും സേവിക്കുന്നതായി ഭാവിക്കാൻ തയ്യാറാണ്. അതേ രൂപത്തിൽ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയെ കാണാൻ കഴിയുന്നില്ല എന്ന് ഡെമോക്രസിയുടെ ഒരു ചെറിയ തലത്തിൽ തമാശയായിട്ട് പറയുമെങ്കിൽ, അതേ തലത്തിലല്ലേ നമ്മൾ ദൈവത്തെ കാണുന്നത്? നമ്മൾ ജനനായകന്മാരെ കുറിച്ച് പരാതി പറയുമ്പം നമ്മളും അതേ തലത്തിലല്ലേ ദൈവത്തോട് പെരുമാറുന്നത്? എൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാലെ പിടിക്കാനും, ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് നേർച്ച നടത്താനും, ദൈവസന്നിധിൻ്റെ സന്നിധിയിൽ എന്ത് ആരാധന നടത്താനും, ഏത് ആരാധനാ കേന്ദ്രങ്ങളിൽ പോകാനും നാം തയ്യാറെടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റുവാനായിട്ട് ഞാനൊന്ന് അടുത്തു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും പ്രയർ ഈസ് യൂസിങ് ഫോർ ചേഞ്ചിങ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ ചിന്താഗതിയെ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് വ്യതിചലിപ്പിച്ചിട്ട് എനിക്ക് ഉപയോഗിക്കുന്ന രീതിയിലാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ പിൻഗാമിയായി, ദൈവത്തിൻ്റെ മകനായി, മകളായി ദൈവം എനിക്ക് ചൊരിഞ്ഞു നിന്ന കൃപകളെ ഓർത്തുകൊണ്ട് ഇനി എല്ലാ കാലത്തും ഞാൻ ജീവിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ജീവിപ്പാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? 10 കുഷ്ഠരോഗികളിൽ 9 കുഷ്ഠരോഗികൾ തിരിച്ചു പോയപ്പോൾ ഒരു കുഷ്ഠരോഗി മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ആ കുഷ്ഠരോഗിക്ക് സമാനമായി എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമതായിട്ട്, നീ നിന്നെ തന്നെ ദൈവമാക്കിയാൽ നിന്നെ ദൈവം വിളിക്കുന്ന പേരാണ് മൂഢൻ. മൂന്നാമതായിട്ട്, ഈ വേദഭാഗത്തിനകത്ത് ഞാൻ 19ാമത്തെ വാക്യം തന്നെ വീണ്ടും എടുത്ത് പറയുകയാണ്. എന്നിട്ട് അവനോട് തന്നെ പറയുകയാണ്, ഞാൻ തിന്നും കുടിക്കും ആനന്ദിക്കും. ഈ വേദഭാഗം ദൈവം തമ്പുരാൻ എടുത്ത് പറയുമ്പോൾ ദൈവമാണ് അതിന് മറുപടി കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ അറിയാം, അവനോട് തന്നെ അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് സർവശക്തനായ ദൈവമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതിക്കകത്ത് എൻ്റെ ഹൃദയം ആരും അറിയുന്നില്ല, എൻ്റെ പ്രവൃത്തി ആരും അറിയുന്നില്ല, എൻ്റെ ജീവിതചര്യകൾ ആരും അറിയുന്നില്ല, ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ.
ഞാൻ വിശാലമായി വെള്ളക്കുപ്പായം ഇട്ട് അല്ലെ കറുത്ത കുപ്പായം ഇട്ട് തൊപ്പിയൊക്കെ വെച്ച ജനത്തിൻ്റെ മുമ്പിൽ വരുന്ന എന്നെ ജനം കാണുമ്പോൾ വലിയതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ദൈവം എന്നെ അറിയുന്നുണ്ടോ എന്നുള്ള ചിന്ത നമ്മളെയൊക്കെ ഭരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ടോ, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ടോ? മൂഢനായ ധനികൻ ഉണ്ടാകാതെ പോയ ചിന്ത അത് മാത്രമാണ്. എന്താണ്? ഞാൻ മാത്രമേ എന്നെ അറിയുന്നുള്ളൂ, ഞാൻ മാത്രമേ എന്നെ കാണുന്നുള്ളൂ. അല്ല, നിന്നെ ദൈവം കാണുന്നുണ്ട്, നിന്നെ ദൈവം അറിയുന്നുണ്ട്. സക്കായിക്കൊരു വിചാരമുണ്ടായിരുന്നു. ശുദ്ധമുള്ള ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം ഇലകൾക്കിടയിൽ കയറി യേശുവിനെ കാണാനായിട്ട് പാത്തിരുന്ന സക്കായി. പല ആളുകളുടെയും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സക്കായി അനുഗ്രഹം മേടിക്കാൻ പോയതാണ്. ഞാനതിനെ അങ്ങനെ വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അനുഗ്രഹം മേടിക്കാനാണെങ്കിൽ ദൈവം വരുന്ന വഴിക്ക് സക്കായി നിൽക്കണം. അല്ല, അനുഗ്രഹം മേടിക്കാനാണെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ ഒരു ഹലോ പറയണം. ഇനി അല്ല, അനുഗ്രഹം മേടിക്കാൻ ഇതൊന്നും അല്ലെങ്കിലും ദൈവം പോയി കഴിയുമ്പോഴെങ്കിലും പുറകിൽ ചെന്ന് വസ്ത്രത്തിൻ്റെ വിതുമ്പലും തൊടണം. ഇതൊന്നും ചെയ്യാതെ സക്കായി വളരെ രഹസ്യമായി പാത്തിരിക്കുകയാണ്. എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം, എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു പ്രയോജനം വേണ്ട. കാരണം എനിക്ക് ജോലിയുണ്ടോ, എനിക്ക് സമ്പത്തുണ്ടോ, എനിക്ക് പദവിയുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം. ആ ആഗ്രഹത്തോടെ കയറി ഇലക്കിടയിൽ പാത്തിരുന്ന സക്കായിക്ക് വളരെ വ്യക്തമായ ബോധ്യം ഒന്നാമതുണ്ടായത് എന്താണെന്നറിയാമോ? ഞാൻ ഇലക്കിടയ്ക്ക് ഒളിച്ചിരുന്നാലും എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ വിളിച്ച് താഴെ ഇറക്കുന്നവനാണ്. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അവിടെ നിന്ന് ദൈവം എന്നെ വിളിച്ച് ഇറക്കുന്നവനാണ്. ഈ ചിന്ത നമ്മെ ഭരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. യോനയ്ക്ക് ഒരു വിചാരമുണ്ടായിരുന്നു, ആരും അറിയില്ല. വചനം ഘോഷിക്കാനായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അതിനെതിരെ നിനിവയ്ക്കെതിരെ പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു. യോനയല്ലാതെ വേറെ ആരും അറിയുന്നില്ല, ദൈവം പോലും അറിയുന്നില്ല. തർശീസിലേക്കുള്ള കപ്പൽ കയറി യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചപ്പം വളരെ വ്യക്തമായി ആ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നീ കപ്പലിലോട്ട് പോകുന്നത് മാത്രമല്ല, നീ കപ്പലിനെ അടിത്തട്ടി കിടക്കുന്നത് മാത്രമല്ല, അവിടെ കിടന്നുറങ്ങുന്നത് പോലും വളരെ വ്യക്തമായിട്ട് ദൈവം നിന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കപ്പലിന് ചുറ്റും കാറ്റടിക്കും. ആ കപ്പലിൽ നിന്നെ എടുത്ത് കടലിൽ കളഞ്ഞ മത്സ്യത്തിൻ്റെ വയറ്റിൽ നീ ചെല്ലുന്നവ വരെയും അതിനകത്ത് കാറ്റടിച്ചുകൊണ്ടിരിക്കും. ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കേണ്ടത് ഞാൻ ഉൾപ്പെടുന്ന കപ്പലാകുന്ന കുടുംബത്തിലെ അംഗങ്ങളോട് ചേർന്ന സഹോദരങ്ങളെ. ഈ ചിന്ത നമ്മെ ഒന്ന് ഭരിക്കാൻ ഏറ്റവും നല്ല കാലഘട്ടം നൊയമ്പ് കാലഘട്ടം തന്നെയാണ്. അവിടെ നമുക്ക് ഒരു വ്യതിയാനത്തിന് വിധേയമാവും. ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന വിശുദ്ധനായ മനുഷ്യനെ കുറിച്ചൊരു കഥ ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു തെരുവീതിയിൽ കൂടെ നടന്നു പോവുക. ഒരു ഭ്രാന്തനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഫ്രാൻസിസ് അസീസി? അദ്ദേഹം പറയുന്നു, അതെ. നിങ്ങളൊരു വിശുദ്ധനാണല്ലേ? അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹം തിരിച്ചു പറയുന്നു, ഭ്രാന്തൻ വീണ്ടും പറയുന്നു, നിങ്ങളൊരു വിശുദ്ധൻ ആയിരിക്കണം, നിങ്ങളൊരു വിശുദ്ധൻ ആയിരിക്കണം. നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ, ഈ ലോക സമൂഹം, ഹൈന്ദവരാകട്ടെ ഇസ്ലാമിക് സഹോദരങ്ങളാകട്ടെ ആരാകട്ടെ, നമ്മളെ കാണുന്നത് ക്രിസ്ത്യാനിയായിട്ടാണ്. ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾക്ക് മഹത്വം കൊടുത്തിവിടെ ഇരുത്തിയിരുന്ന ക്രിസ്ത്യാനികളെ ഇന്ന് ആരെങ്കിലുമൊക്കെ എതിർക്കുന്നുവെങ്കിൽ നമ്മുടെ ചിന്താഗതിക്കുണ്ടായ മാറ്റമാണെന്ന് ചിന്തിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് ഇങ്ങനെ തന്നെ ചിന്തിക്കട്ടെ. എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ കണ്ണിൽ നിന്ന്, അവൻ്റെ ചിന്തയിൽ നിന്ന്, അവൻ്റെ നോട്ടത്തിൽ നിന്ന് മാറി എനിക്ക് മാത്രമായി രഹസ്യമായി ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ആഗ്രഹിക്കുമ്പം അത് നടക്കില്ല. അങ്ങനെ നീ വിചാരിക്കുന്നുവെങ്കിൽ നിന്നെ വിളിക്കുന്ന പേരാണ് മൂഢൻ എന്നുള്ള പദം. നാലാമതായിട്ടും അവസാനമായിട്ടും നീ നിനക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയും നീ നിനക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും നീ നിനക്ക് വേണ്ടി മാത്രം കരുതി വയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നിന്നെ വിളിക്കുന്ന പേരാണ് മൂഢൻ. അവിടെ ഈ വേദഭാഗം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്, ഇത് എല്ലാം ഞാൻ കൂട്ടിവെക്കും, എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കും. കളപ്പുരയിൽ കൂട്ടിവെച്ചതിന് ശേഷം ഞാൻ എന്നോട് തന്നെ പറയും, നീ ഇനി തിന്നണം, നീ ഇനി കുടിക്കണം, നീ ഇനി ആനന്ദിക്കണം. ഈ മനുഷ്യൻ്റെ മനസ്സിലൊരു അബദ്ധത്തിൽ പോലും ഒരു ചിന്ത വന്നില്ല, ഞാനിതൊന്ന് പങ്കുവെച്ചു കൊടുക്കണം, എനിക്ക് എൻ്റെ ജീവിതം അവസാനിക്കാൻ വേണ്ടി ഉള്ളത് എടുത്തിട്ട് ബാക്കിയൊന്ന് പങ്കുവെച്ചു കൊടുക്കണമെന്ന് ഈ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നിയില്ല. അവനോട് തന്നെ പറയുകയാണ്, ഞാൻ ഇനി തിന്നും, ഞാൻ ഇനി കുടിക്കും, ഞാൻ ഇനി ആനന്ദിക്കും. അതുകൊണ്ട് യേശുവരാൻ പറഞ്ഞത്, നീ ഈ കരുതി വെക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ പിന്നെ നീ കരുതി വെച്ചതൊക്കെ ആർക്കാവും? നീ കരുതി വെച്ചതൊക്കെ എന്തിനാവും? നീ കരുതി വെച്ചതൊക്കെ എങ്ങനെയായിത്തീരും? ഇത് നമുക്കറിയില്ല. തിരുവചനം വളരെ വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുന്ന സത്യവും അത് തന്നെയാണ്.
വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, അവർ തങ്ങളുടെ ധനശിഷ്ടം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വച്ചേക്കുന്നു. പിന്നീട് പറയുന്നുണ്ട്, ആർ അനുഭവിക്കുമെന്ന് അവർ അറിയുന്നില്ല. അവർ തങ്ങളുടെ ധനശിഷ്ടം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വച്ചേക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അവർ അറിയുന്നില്ല. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ്? നമുക്ക് ഉപകാരപ്രദമാകുന്നില്ല. അനുഭവിക്കാൻ യോഗമില്ലാത്ത തലമുറയ്ക്ക് വേണ്ടി വഞ്ചനയുടെ മുതൽ വാരിക്കൂട്ടി കൊടുക്കുന്നു. ഇത് എന്തിനു വേണ്ടിയാണ്? കുറച്ചെങ്കിലും ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ, കഴിയുന്നുണ്ടോ? അടുത്തിടയ്ക്ക് ഒരു സ്ത്രീയും ഒരു കുഞ്ഞും, ആ കുഞ്ഞിൻ്റെ ഒരു കാരണത്താലാണ് ഈ സ്ത്രീ എൻ്റെ മുമ്പിൽ വരേണ്ടി വന്നത്. ആ കുഞ്ഞിൻ്റെ ഒരു ചെറിയ പ്രവൃത്തി മുഖാന്തരമാണ് ഈ അമ്മ എൻ്റെ അടുക്കൽ വരേണ്ടി വന്നത്. അമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് ഈ മകളെ ചൂണ്ടിക്കൊണ്ട് പറയുക, അച്ഛാ, ഇവൾക്കറിയാം 3 ദിവസമായി ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെച്ചിട്ട്, 3 ദിവസമായി ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് രാവിലെ ദോശ മേടിച്ച് ഇവൾക്ക് ഭക്ഷണമായും ഉച്ചയ്ക്ക് ഇവൾക്ക് കഴിക്കാനും വേണ്ടി കൊടുത്തുവിടും. എന്നിട്ട് ചോറ് ഏത് വീട്ടിൽ പോയി ജോലി ചെയ്യുന്നോ അവിടെ വന്ന് കഴിക്കും. പിന്നീട് വൈകുന്നേരത്തേക്കുള്ളത് അവിടുന്ന് പൊതിഞ്ഞുകൊണ്ട് വരും. 3 ദിവസമായി കഞ്ഞിയില്ലാത്ത, അരി വെച്ചിട്ടില്ലാത്ത ഭവനങ്ങൾ നമ്മുടെ അടുക്കലുണ്ട്. നമ്മളിങ്ങനെ വാരിക്കൂട്ടി വെക്കുമ്പോൾ അത് വെക്കുന്നത് മുഖാന്തരം മറ്റൊരാൾക്ക് പ്രതിസന്ധി ഉണ്ടാകുക, അവരുടെ മനസ്സിൽ ഏറിയ വേദനകൾ ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ ദൈവമേ, എന്നെ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇവരെ സൃഷ്ടിച്ചത്, എന്നിട്ട് എനിക്കെന്തുകൊണ്ട് ഈ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ? ഞാൻ എന്ത് പാപം ചെയ്തു? ഞാൻ എന്ത് അപരാധം ചെയ്തു? ഈ ചിന്ത നമ്മെ ഓരോരുത്തരെയും ഭരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവസന്നിധിയിൽ കൂടുതൽ അടുത്ത് വരുമ്പം, ദൈവം തമ്പുരാൻ തന്ന കൃപകളെ കൂടുതൽ പ്രാപിക്കുമ്പം അത് കുറച്ചൊക്കെ ഒന്ന് പങ്കിട്ട് കൊടുക്കാനായിട്ട്, ഒരുപാട് പങ്കിട്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് എനിക്കും അറിയാം. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരല്പമായെങ്കിലും പങ്കിട്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമ്പം നമ്മുടെ ജീവിതം ധന്യമായി തീരും, നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരും, നമ്മുടെ ജീവിതം വിലമതിക്കുന്നതായി തീരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ കാര്യങ്ങൾ ഓർത്തെടുക്കുവാനായിട്ട് കഴിയട്ടെ. ഒരു മനുഷ്യനെ നോക്കി ദൈവം വിളിക്കുന്നു മൂഢ എന്ന്. നരക അഗ്നിയിലേക്ക് വിധേയമാകപ്പെടേണ്ട പാപമാണ് മൂഢ എന്ന് വിളിക്കുന്നതെന്ന് ദൈവം പറയുമ്പോൾ തന്നെ മൗഢ്യതയുടെ അങ്ങേ അറ്റത്തെ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നോക്കി യേശു തമ്പുരാൻ വിളിക്കുന്നു മൂഢ എന്ന്. ഈ വ്യക്തിയും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഈ ദൈവം എന്നെയും വിളിക്കും മൂഢ എന്ന്. 4 കാര്യങ്ങൾ മാത്രം ഞാൻ പങ്കുവച്ചു. ആ വേദഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവം തമ്പുരാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ കൂടി കൂടുതൽ സംസാരിക്കും. 4 കാര്യങ്ങൾ മാത്രം. 1, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിൽ നീ മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്നെ വിളിക്കുന്ന പേരാണ് മൂഢ. 2, നീ നിന്നെ തന്നെ ദൈവമാക്കിയാൽ നിന്നെ ദൈവം വിളിക്കുന്ന പേരാണ് മൂഢ. 3, നീ പറയുന്നതും നീ ചെയ്യുന്നതും നീ മാത്രമേ അറിയുന്നുള്ളൂ എന്ന ഒരു ചിന്ത നിന്നെ ഭരിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ വിളിക്കുന്ന പേരാണ് മൂഢ. 4, നീ നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ ദൈവം നിന്നെ വിളിക്കുന്ന പേരാണ് മൂഢ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ. ഒരു നിമിഷം കൂടി നമ്മുടെ തലയുള്ള ദൈവസന്നിധിയിൽ വണക്കം പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കേട്ട വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തമ്പുരാനെ, യഥാർത്ഥമായി കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ബോധം നൽകണമേ. നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. നീ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാനിടയാക്കണമേ. ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് പങ്കിട്ട് കൊടുത്തുകൊണ്ട് ജീവിപ്പാനിടയാക്കണമേ. എല്ലാ കാലം നിൻ്റെ നല്ല സാക്ഷികളായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.